ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ ആദ്യ ചാപ്റ്റർ ടൈനി ചേമ്പേഴ്സ് ഓഫ് ലൈഫ് എന്നുള്ള 6th ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആ ചാപ്റ്ററിൻ്റെ പേരാണ് ടൈനി ചേമ്പേഴ്സ് ഓഫ് ലൈഫ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ വരുന്ന ചോദ്യങ്ങളുടെ ഇടയിൽ ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ലെറ്റേഴ്സ് ആൻസേഴ്സ് ഉണ്ട് അവസാനം, അതെല്ലാം നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയാനുള്ള ഒരു കാര്യം, നമ്മളിതിലെല്ലാം അങ്ങോട്ട് വായിച്ചു പോവില്ല. നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, ആവശ്യമുള്ള പോയിന്റ്സ് അത് മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങി വെക്കാം. ഡു യു ലവ് ടു പ്ലേ വിത്ത് ദ ടോയ്സ്? ടോയ് ഹൗസസ്, ഇസ്ന്റ് ഇറ്റ് ഫൺ ടു ബിൽഡ് എ ടോയ് ഹൗസ്? ഡോണ്ട് യു മേക്ക് യൂസ് ഓഫ് മെനി മെറ്റീരിയൽസ് അറൗണ്ട് us to make toy houses and toys? We have observed various construction activities going on around us. You might have seen construction of walls and houses. അപ്പം നിങ്ങൾ ഈ ടോയ് ഹൗസസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ചെറിയ ടോയ്സ് വെച്ച് വീടുകളൊക്കെ ഉണ്ടാക്കില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. വീട് പണിയും ചുമര് കെട്ടുന്നതും വീട് കെട്ടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മളിതെല്ലാം കണ്ടിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് 2 ചിത്രങ്ങളും തന്നിട്ടുണ്ട്. ആദ്യം തന്നിരിക്കുന്നത് ഒരു കുട്ടി വീട് കെട്ടി കളിക്കുന്നു, ആ ബോക്സസ് ഒക്കെ വെച്ച് കളിക്കുന്നത്. രണ്ടാമത് ശരിക്കും ഇഷ്ടികകൾ വെച്ച് വീട് കെട്ടുന്നത്, ചുമര് കെട്ടുന്നത് കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ പിക്ചർ 1 ടോയിങ് വിത്ത് പ്ലേസ് ആണ്, ബിൽഡിംഗ് ബ്ലോക്സ് തന്നെയാണ്. രണ്ടാമത് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. നമുക്കിതിൽ ആദ്യം വരുന്നത് യു നോ ദാറ്റ് ടോയ് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ് ആർ കൺസ്ട്രക്റ്റഡ് യൂസിങ് ബിൽഡിംഗ് ബ്ലോക്സ്. അപ്പം നമുക്കറിയാം ഇത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചാൽ? ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചാൽ. ഈസ് അവർ ബോഡി ഓൾസോ മേഡപ്പ് ഓഫ് സച്ച് ബേസിക് യൂണിറ്റ്സ്? ഇതുപോലെ തന്നെയാണോ നമ്മുടെ ശരീരവും ഇതുപോലെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ആണോ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ചോദ്യം. അതെ അല്ലേ? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന ബേസിക് യൂണിറ്റിന് പറയുന്ന പേരാണ് സെൽസ്, കോശങ്ങൾ, സെല്ലുകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സെൽസ്. അവർ ബോഡി ഈസ് ബിൽട്ട് അപ്പ് ഓഫ് ബേസിക് യൂണിറ്റ്സ് കോൾഡ് സെൽസ്. They are the basic units of all living things. The human body is made up of millions of cells. There are many small and large organisms around us. Their bodies are also made up of cells. അപ്പോൾ നമ്മുടെ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ, എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെല്ലുകളാണ്, കോശങ്ങളാണ്. നമ്മുടെ ശരീരം മില്യൺസ് ഓഫ് സെൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് കോശങ്ങളാൽ നിർമ്മിതമാണ്. വലിയ ഓർഗാനിസം ആയിക്കോട്ടെ, ചെറിയ ഓർഗാനിസം ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ബോഡി എന്ത് വെച്ച് തന്നെയാണ്? സെല്ലുകൾ വെച്ച് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്ക് ആദ്യം അവിടെ വേണ്ടത്. അടുത്തത്, the blocks used to build the house and the different colored blocks used by the child to build the toy house can be seen with our naked eyes. അപ്പോൾ ഇവിടെ ആ 2 ചിത്രങ്ങളിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ, ആ കുട്ടി ടോയ് ഹൗസ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഇഷ്ടിക വെച്ച് വീട് ഉണ്ടാക്കുന്നതും, ഇത് രണ്ടും നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും അല്ലേ? ബട്ട് വി കനോട്ട് സീ സെൽസ് വിത്ത് അവർ നേക്കഡ് ഐസ്. പക്ഷെ ഒരിക്കലും കോശങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ നോക്കിയാൽ ഒന്നും എന്തിനെ കാണില്ല? സെല്ലുകളെ, കോശങ്ങളെ കാണില്ല. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ് ഇതിന് കാരണം? Don't you remember observing the stomata and leaves in your previous class? Which device did you see used to observe it? Why did you use such a device? അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമുക്ക് സെല്ലുകളെ സാധാരണ രീതിയിൽ നമ്മൾ നോക്കിയാൽ സെല്ലുകളെ കാണില്ല. അപ്പം നമ്മൾ സെല്ലുകളെ നോക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണെന്നാണ് ചോദ്യം. മൈക്രോസ്കോപ്പാണ്. അതാണ് ഇനി പറഞ്ഞു വരുന്നത്. അതിനു മുമ്പ് എന്താണ് സ്റ്റൊമാറ്റ എന്ന് നോക്കാം. സെൽസ് ആർ വെരി ടൈനി. ദേ കനോട്ട് ബി സീൻ യൂസിങ് എ ഹാൻഡ് ലെൻസ്. സെല്ലുകളെ കുറിച്ചാണ് ഇവിടെ ആദ്യം പറയുന്നത്. സെല്ലുകൾ ഇപ്പോൾ ഈ പ്ലാന്റിലെ സെല്ലുകളാണ്. പ്ലാന്റ് സെല്ലാണെങ്കിലും നമുക്ക് വളരെ ചെറുതാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ടോ സാധാരണ ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് അത് കാണാൻ സാധിക്കില്ല. ദെൻ ഹൗ വി ക്യാൻ വി ഒബ്സർവ് ദം? വി യൂസ് എ മൈക്രോസ്കോപ്പ് ടു ഒബ്സർവ് തിങ്സ് ദറ്റ് കനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐസ്. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഡിവൈസാണ് മൈക്രോസ്കോപ്പ്. ഇനി എന്താണ് മൈക്രോസ്കോപ്പ് എന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ തന്നിരിക്കുന്നത് ഒബ്സർവ് ദ ഗിവൺ പിക്ചർ ആൻഡ് റെക്കോർഡ് ദ പാർട്സ് ഓഫ് ദ മൈക്രോസ്കോപ്പ് ഇൻ യുവർ സയൻസ് ഡയറി ആണ്. മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് എഴുതണം നമുക്ക്. ആദ്യം ഐ പീസ് അവർ തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ്, നോബ്സ്, ക്ലിപ്സ്, കണ്ടൻസർ, മിറർ, ഇത്രയുമാണ് ഇതിൻ്റെ പാർട്സ് കേട്ടോ.
നെക്സ്റ്റ് ലെറ്റ്സ് ഒബ്സർവ് ദി സെൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെല്ലുകളെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻറ്റും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഷാൾ വി ഒബ്സർവ് സം സെൽസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി യൂസിങ് എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ ചില കോശങ്ങളെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. സെൽസ് ക്യാൻ ബി ഈസിലി ടേക്കൺ ഫ്രം ദ ഇന്നർ പാർട്ട് ഓഫ് ദി ചീക്ക്. നമ്മുടെ ചീക്കില്ലേ, വായുടെ ഉള്ളിൽ കവിളിൻ്റെ ആ ഒരു ഭാഗം ചീക്ക് സെല്ല് വരും, വായുടെ ഉള്ളിൽ ഉള്ള ഭാഗം കേട്ടോ. ആ ചീക്ക് സെല്ല് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ടൂത്ത് പിക്ക്, സ്ലൈഡ്, മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ വേണം, കവർ ഗ്ലാസ്. Rinse the mouth thoroughly with clean water. Gently scrape the inside of the cheek using toothpick. Cheek cells get attached at the tip of the toothpick. Place these cheek cells at the center of the slide. Add a drop of methylene blue stain to it. Place a cover glass over it. Place the slide on the microscope and observe. Try to draw the observed cells. ഒരു ടൂത്ത് പിക്ക് എടുക്കുക, നമ്മുടെ ചീക്ക് സെല്ലിൽ നിന്ന്, വായുടെ ഉള്ളിൽ ആ കവിളിൻ്റെ ഭാഗം വരുന്ന ചീക്ക് സെല്ലില്ലേ, അവിടെ നിന്ന് ഒന്ന് തോണ്ടിയിട്ട് ആ ചീക്ക് സെല്ലുകൾ എടുക്കുക. എന്നിട്ട് സ്ലൈഡ് എടുക്കുക. ഒരു ചെറിയ ഗ്ലാസ് പീസിനെയാണ് ഈ സ്ലൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ മേലെ നമ്മൾ സാധനം വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മെഥിലിൻ ബ്ലൂ സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രോപ്പ് ഒറ്റിക്കുക. ശേഷം ഒരു കവർ ഗ്ലാസ് വെച്ചത് കവർ ചെയ്യുക. എന്നിട്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാം? നമ്മുടെ ചീക്കിൽ നിന്ന് എടുത്ത് നമുക്ക് ആ സെല്ലിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം കണ്ടോ, ഇത് ചീക്ക് സെല്ലിൻ്റെ ആണ്. അതിൽ നമുക്ക് ആ സെല്ലുകളെ കാണുന്നു, അതിൽ ന്യൂക്ലിയസ് കാണുന്നു, സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ you have observed the cheek cells. Try to understand the parts of the cell with the help of the figure. What you have observed now are animal cells. അപ്പോൾ മനുഷ്യൻ്റെ ചീക്ക് സെല്ലാണെങ്കിൽ അത് ആനിമൽ സെല്ലിലാണ് വരിക കേട്ടോ. ആർ ഇൻ പ്ലാന്റ്സ് ഓൾസോ ലിവിങ് ബീങ്സ്? അപ്പോൾ അവരുടെ ചോദ്യം ഇതാണ്, സസ്യങ്ങളും ലിവിങ് ബീങ്സ് തന്നെയാണോ, ജീവജാലങ്ങൾ തന്നെയാണോ? ആർ പ്ലാന്റ്സ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് ലൈക്ക് ദിസ്? വാട്ട്സ് യുവർ ഗെസ്? അപ്പോൾ എന്താണ്, പ്ലാന്റ്സിന് ഇതുപോലെ തന്നെ സെല്ലുകളാൽ നിർമ്മിതമാണോ സസ്യങ്ങളും? നിങ്ങളുടെ ഗസ് എന്താണെന്നാണ് ചോദ്യം. ഓഫ് കോഴ്സ് എന്ത് തന്നെയാണ്, പ്ലാന്റ്സ് നിർമ്മിതമാണ് അല്ലേ, സെല്ലുകളാൽ തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്, സെല്ലുകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഇനി നമുക്ക് പ്ലാന്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിയില്ലേ, ഒണിയൻ എടുത്തിട്ട് ഒണിയൻ്റെ ഒബ്സർവ് ചെയ്തിട്ടാണ് പ്ലാന്റ് സെല്ലിനെ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഒണിയൻ എടുക്കണം, ഒരു ബ്ലേഡ്, ഫോർസെപ്പ്, നീഡിൽ, ഒരു വാഷ് ഗ്ലാസ്, സഫ്രനൈൻ സ്ട്രെയിൻ, ഗ്ലിസറിൻ, പ്യുവർ വാട്ടർ, കവർ ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ, സ്ലൈഡ്, ഇത്രയും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ സെയിം സംഭവം ഇതൊന്ന് വായിച്ചു നോക്കുക. എങ്ങനെയാണ് ഉള്ളിയെ സെയിം ഇതേപോലെ തന്നെയാണ് നമ്മൾ ഉള്ളിയെ അതേപോലെ എടുത്തിട്ട് അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾ. ഇത് ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ഇവിടെ റോബർട്ട് ഹുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരാണ് റോബർട്ട് ഹുക്ക്? സെൽ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ആളാണ് കേട്ടോ. ദി സെൽ വാസ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക് ഇൻ 1665. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് കോശം കണ്ടുപിടിച്ചത്. മൈക്രോസ്കോപ്പിലൂടെ നോക്കി കോശം എന്നൊന്നുണ്ട് എന്ന് കണ്ടുപിടിച്ച ആളാണ്. അടുത്തത് വണ്ടർ വേൾഡ് ഇൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ. ഇനി അടുത്തത് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ, ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് അത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ എന്ത് കാണാമെന്നുള്ളതാണ് അടുത്തതുള്ളത്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പ്, കവർ ഗ്ലാസ്, വാട്ടർ ബോയിൽഡ് വിത്ത് ഹേ ആൻഡ് കൂൾഡ്, water collected from pond, paddy fields, spoon. Pour some water collected from pond, paddy field into the water boiled with hay. Keep it for 4 or 5 days. Take a drop of water from this water sample on a slide. Place a cover glass over it and observe it under the microscope. Do you observe any microorganism as shown in the picture? How many cells do you observe? എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മൾ മൈക്രോസ്കോപ്പും കവർ ഗ്ലാസും വൈക്കോൽ ചേർത്ത് തണുപ്പിച്ച വെള്ളമാണ് കേട്ടോ. അത് വൈക്കോലില്ലേ, ആ വൈക്കോൽ ചേർത്ത് തിളപ്പിച്ച് ശേഷം തണുപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ അതിന് ശേഷം എടുക്കേണ്ട പിന്നെ കുളം അല്ലെങ്കിൽ നെൽപ്പാടം അവിടെ നിന്ന് ശേഖരിക്കുന്ന വെള്ളം, ഒരു സ്പൂണ്, ഇത്രയാണ് ആവശ്യം. നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം കുളത്തിൽ നിന്നോ വയലിൽ നിന്നോ ഒക്കെ ശേഖരിക്കുന്ന വെള്ളത്തിന് എന്ത് ചെയ്യുക? കുറച്ച് വൈക്കോലും കൂടി ചേർത്ത് തിളപ്പിക്കാം. തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒരു 4-5 ദിവസം അത് സൂക്ഷിച്ച് വെക്കുക.
എന്നിട്ട് ഈ ഒരു സൂക്ഷിച്ചു വെച്ച വെള്ളത്തിൽ നിന്നുള്ള ഡ്രോപ്പുകൾ എടുക്കുക. ഈ ജല സാമ്പിളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് ഒരു സ്ലൈഡ്, ഒരു ചെറിയ ഗ്ലാസ് ഉണ്ടാവും, സ്ലൈഡ് എന്ന് പറയുക. ആ സ്ലൈഡിൽ എടുത്തിട്ട് അതിന് മുകളിൽ വേറൊരു കവർ ഗ്ലാസ് വെക്കുക. എന്നിട്ട് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സൂക്ഷ്മാണുക്കളെ കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദ്യം. കാണാൻ കഴിയും, അവരെയാണ് അവർ ആ ചിത്രത്തിൽ തന്നിരിക്കുന്നത് കേട്ടോ. പാരമീസിയം, യൂക്ലീന, അമീബ ഇതുപോലെയുള്ള ജീവജാലങ്ങളെ നമുക്കതിൽ കാണാൻ കഴിയും. ഇവരാണ് മൈക്രോ ഓർഗാനിസംസ്. അടുത്തത് യൂണിസെല്ലുലർ ഓർഗാനിസം എന്താണെന്ന് നോക്കാം. യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആർ ഓർഗാനിസം ദാറ്റ് ഹാവ് ഓൺലി വൺ സെൽ. ഒറ്റ കോശം മാത്രമുള്ള ജീവികൾ, ഒരേ ഒരു സെല്ല് മാത്രമുള്ള ജീവികളെ നമ്മൾ യൂണിസെല്ലുലർ ഓർഗാനിസംസ് എന്ന് പറയും. ആസ് ദ നമ്പർ ഓഫ് സെൽസ് ഈസ് ലെസ് വി കാനോട്ട് സീ ദം വിത്ത് നേക്ഡ് ഐസ്. സെല്ലുകൾ കുറവായതുകൊണ്ട് തന്നെ നേക്ഡ് ഐസ് വെച്ച് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് അവരെ കാണാൻ സാധിക്കില്ല. എങ്കിൽ നമുക്ക് കുറച്ച് യൂണിസെല്ലുലർ ഓർഗാനിസത്തിന്റെ പേരെഴുതാം. അമീബ, യൂക്ലീന, പാരമീസിയം. അമീബ, പാരമീസിയം, യൂക്ലീന. അടുത്തത് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആണ്. ഈ പിക്ചറിൽ കാണുന്നവരെല്ലാം മൾട്ടി സെല്ലുലർ ആണ്. മനുഷ്യനും ഹ്യൂമൻ ബീയിങ്സും മൾട്ടി സെല്ലുലർ ഓർഗാനിസം ആണ് കേട്ടോ. അപ്പോൾ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസിന്റെ പേരുകളാണ് ടാപ്വർം, ലീച്ച്, കോക്രോച്ച്, സ്റ്റാർഫിഷ്, ഫിഷ്, ഫ്രോഗ്, ഈഗിൾ, ഗാർഡൻ ലിസാർഡ്, എലിഫന്റ്. ഇതെല്ലാം. അപ്പോൾ മൈക്രോസ്കോപ്പ് ഈസ് നോട്ട് നീഡഡ് ടു സീ ദീസ്. ഈ ഓർഗാനിസത്തിന് കാണാൻ നമുക്ക് മൈക്രോസ്കോപ്പിന്റെ സഹായം വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് സെൽസ് ഇവരുടെ ബോഡിയിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഓർഗാനിസം ആയിരിക്കും. ഹ്യൂമൻ ബോഡിയും അതുപോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓർഗാനിസത്തിന് കാണാൻ എന്തിൻ്റെ ആവശ്യമില്ല, വേറൊരു മൈക്രോസ്കോപ്പിന്റെ ആവശ്യം വരുന്നില്ല. ഇനി എന്താണ് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് നോക്കാം. ആൻ ഓർഗാനിസം ഹൂസ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ സെൽ ഇസ് എ മൾട്ടി സെല്ലുലർ ഓർഗാനിസം. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കൊണ്ടാണ് ആ ബോഡി നിർമ്മിതമെങ്കിൽ അത് മൾട്ടി സെല്ലുലർ ഓർഗാനിസം ആണ്. ആൻഡ് നമുക്ക് ആ ഓർഗാനിസത്തിന് നേക്ഡ് ഐ വെച്ച് കാണാൻ കഴിയും കേട്ടോ. സെല്ല് നമുക്ക് കാണാൻ സാധിക്കില്ല നമ്മുടെ കണ്ണുകൾ വെച്ച്, പക്ഷേ നമുക്ക് ആ ഓർഗാനിസത്തിന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ്, which are the life processes carried out in multicellular organism? Multicellular organismത്തിന്റെ ലൈഫ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ വരിക? മൂവ്മെന്റ്, ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ഡൈജഷൻ, എക്സ്ക്രീഷൻ, റീപ്രൊഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, do unicellular organisms also have all the same life processes as in multicellular organisms? അവരുടെ ചോദ്യം, യൂണിസെല്ലുലർ ഓർഗാനിസം, ഒറ്റ കോശം മാത്രമുള്ള ഓർഗാനിസത്തിലുള്ള അതേ കാര്യങ്ങൾ, അതേ ലൈഫ് പ്രോസസ് ആണോ മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിൽ നടക്കുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇനി വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. All the life processes in multicellular organism occur in unicellular organisms also. അതായത് ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള ജീവികളിൽ നടക്കുന്ന അതേ ലൈഫ് പ്രോസസ്സസ് യൂണിസെല്ലുലർ ഓർഗാനിസത്തിലും നടക്കുന്നു. മനുഷ്യരിൽ നടക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്, അതേ ലൈഫ് പ്രോസസ്സ് സെല്ലിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ചെറിയ ചെറിയ ഓർഗാനിസത്തിലും സെയിം ആയിരിക്കും. അപ്പോൾ in unicellular organisms all life processes are performed by a single cell. യൂണിസെൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലേ ഉണ്ടാവുള്ളൂ, എല്ലാ പ്രോസസ്സും ആ സിംഗിൾ സെല്ലിനെ ചെയ്യും. മൾട്ടി സെല്ലുലർ ആണെങ്കിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ സെല്ലായിരിക്കും ചെയ്യുക. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി നമുക്ക് എന്താണ് അവരുടെ ഡിഫറൻസ് നോക്കാം. യൂണിസെല്ലുലർ ഓർഗാനിസം പോസസസ് സിംഗിൾ സെൽ, ഒറ്റ സെല്ലാണ്. ഓൾ ലൈഫ് പ്രോസസ്സസ് ആർ പെർഫോംഡ് ബൈ എ സിംഗിൾ സെൽ. Cannot see them with naked eyes. Simple body structure. Example, amoeba, paramecium, euglena. Multicellular organisms. Body is made up of many cells. Life processes are performed by specific cells and organs. Can see them with naked eyes. Complex body structure. Example, humans, plants, animals. അടുത്തത്, നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒരു സെല്ലിനെ നിരീക്ഷിക്കുകയാണെന്ന് കരുതുക. ഞാനത് ഫുൾ വായിക്കുന്നില്ല, എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒരു കോശത്തെ നമ്മൾ നിരീക്ഷിക്കുകയാണ്. അതിപ്പോൾ യൂണിസെല്ലുലർ ആയിക്കോട്ടെ മൾട്ടി സെല്ലുലർ ആയിക്കോട്ടെ, ആ ഓർഗാനിസത്തിനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും. ഒരു സെല്ലിൻ്റെ പല പാർട്സ് നമുക്ക് കാണാൻ പറ്റും. അതിന് ഒരുമിച്ച് പറയുന്നൊരു പേരുണ്ട്. നമുക്ക്
സെൽ ഓർഗനൽസ് നമ്മൾ പറയും. ദർ ആർ സ്പെസിഫിക് മെമ്പേഴ്സ് വിത്തിൻ ദ സെൽ ടു പെർഫോം ഈച്ച് ഫങ്ഷൻ. ഒരു സെല്ലിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഓരോ ഫങ്ഷനും ചെയ്യാൻ. അപ്പോൾ ആ സെല്ലിൽ കാണുന്ന അവരെയൊക്കെയാണ് സെൽ ഓർഗനൽസ് എന്ന് പറയുക. അപ്പോൾ ഒരു സെൽ ഒരു ക്ലാസ് റൂം പോലെയാണ്. സെൽ ഇസ് ലൈക്ക് എ ക്ലാസ് റൂം. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ ഉള്ള പോലെ തന്നെയാണ് ഒരു സെല്ലിൻ്റെ ഉള്ളിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിനി സെല്ലിൽ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെൽ ഓർഗനൽസ് ഫൗണ്ട് വിത്തിൻ ദ സെൽസ് ആർ ഓൾസോ ഡിഫറെൻറ്റ്, ദെയർ ഫങ്ഷൻസ് ഓൾസോ ഡിഫറെൻറ്റ്. സെൽ ഓർഗനൽസ് ഡിഫറെൻ്റ് ആണ്, അവർ ചെയ്യുന്ന ഫങ്ഷനും ഡിഫറെൻ്റ് ആണ്. ഈ ചിത്രത്തിൽ യൂണിസെല്ലുലർ ഓർഗാനിസം തന്നിട്ടുണ്ട്, ഇവിടെ മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിൻ്റെ സെല്ലിൻ്റെ രൂപവും തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ആനിമൽ സെല്ലാണ്. ഇവിടെ ഒരു ആനിമൽ സെല്ല് തന്നിട്ട് അതിനെ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ ഈ കാണുന്ന ആൾക്കാരെ എല്ലാം കാണാം. ഇതെല്ലാം കൂടിയാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയുക കേട്ടോ. ഈ കുറേ എഴുതിയിരിക്കുന്നുണ്ടോ, ഇവരെല്ലാം കൂടി ചേർത്തി നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയും. ഇത് ആനിമൽ സെല്ലാണ്. അപ്പോൾ ആനിമൽ സെല്ലിലെ സെൽ ഓർഗനൽസ് ഒക്കെ എടുത്ത് എഴുതാം നമുക്ക്. സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, ആദ്യം ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുപോലെ മൈറ്റോകോൺഡ്രിയൻ, റൈബോസം, വാക്യൂൾ. ഇനി ഇതിന് ഓരോന്നിനും ഫംഗ്ഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്. പാർട്സ് ആൻഡ് ഫങ്ഷൻസ്. പാർട്സ് ഓഫ് സെൽ, ഇപ്പോൾ സെൽ മെംബ്രെയിൻ ആണെങ്കിൽ സെല്ലിനെ കവർ ചെയ്യുന്നു, കവേഴ്സ് ദ സെൽ. സൈറ്റോപ്ലാസം ആണെങ്കിൽ ഹോൾസ് ദ സെൽ പാർട്സ് ഇൻസൈഡ് ദ സെൽ എക്സെപ്റ്റ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ആണെങ്കിൽ കൺട്രോൾ സെല്ലുലർ ആക്ടിവിറ്റീസ്. വാക്യൂൾ ആണെങ്കിൽ സ്റ്റോർസ് വാട്ടർ, സോൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. റൈബോസോം ആണെങ്കിൽ സിന്തസൈസസ് പ്രോട്ടീൻ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആക്സസ് ഇൻട്രാസെല്ലുലർ പാത്വേ, ഒരു ഇടനാഴിയായിട്ട് കേട്ടോ. മൈറ്റോകോൺഡ്രിയൻ സിന്തസൈസ് എനർജി. ഈ ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിൽ നിന്നിത്. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ? ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ സെൽ. വിച്ച് ഇസ് ദ പാർട്ട് ദാറ്റ് കൺട്രോൾ ദ എൻറ്റയർ സെൽ? ന്യൂക്ലിയസ്. വിച്ച് സെൽ ഓർഗനൽ വർക്ക്സ് ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ? കോശത്തിന്റെ ഊർജ്ജ കേന്ദ്രം, മൈറ്റോകോൺഡ്രിയൻ. വിച്ച് ഓർഗനൽ ആക്ട്സ് ആസ് ദ പാത്വേ വിത്തിൻ ദ സെൽ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫംഗ്ഷൻ ഓഫ് വാക്യൂൾ ആൻഡ് ദാറ്റ് ഓഫ് റൈബോസോം? വാക്യൂളിൻ്റെയും റൈബോസോമിൽ നിന്ന് ആ രണ്ടിൻ്റെയും ഫംഗ്ഷൻ്റെ വ്യത്യാസം എന്താണെന്നാണ്. വാക്യൂൾ സ്റ്റോർ വാട്ടർ, സോൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്. റൈബോസോം സിന്തസൈസ് പ്രോട്ടീൻ. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്തത് നമുക്ക് പ്ലാൻ സെല്ലിലേക്ക് കടക്കാം. തന്നിരിക്കുന്നത് ഒരു പ്ലാൻ സെല്ലാണ്. ആനിമൽ സെല്ലും പ്ലാൻ സെല്ലും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആനിമൽ സെല്ലിൽ ഇല്ലാത്ത ഒരെണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ സെൽ വോൾ കണ്ടോ, ഈ സെൽ വോൾ അവിടെ ആനിമലിൽ ഉണ്ടായിരിക്കില്ല. അതുപോലെ ക്ലോറോപ്ലാസ്റ്റും ആനിമൽ സെല്ലിൽ ഇല്ല. ഈ രണ്ടെണ്ണം പ്ലാൻ സെല്ലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അതിലുള്ളത് തന്നെയാണ്. സെൽ വോൾ ഉണ്ട്, ന്യൂക്ലിയസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയൻ, റൈബോസോം, സെൽ മെംബ്രെയിൻ, വാക്യൂൾ, ക്ലോറോപ്ലാസ്റ്റ്, സൈറ്റോപ്ലാസം. ഇനി അതിലില്ലാതെ ഇതിലുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഹൗ ഡസ് ദ പ്ലാൻ സെൽ ഡിഫർ ഫ്രം ആനിമൽ സെൽ? ഡു യു സീ എനി പാർട്ട് ഇൻ പ്ലാൻ സെൽ ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ആനിമൽ സെൽ? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അതുപോലെ സെൽ വോളും ഇതിൽ മാത്രമേ ഉള്ളൂ, അതിലില്ല കേട്ടോ. അതാണ്. ഇനി ഇതിൻ്റെ ഫംഗ്ഷനും കൂടി നമുക്ക് നോക്കാം. സെൽ വോളിൻ്റെ ഫംഗ്ഷൻ പ്രൊട്ടക്ട് ദ സെൽ, സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്, നമ്മൾ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. ന്യൂക്ലിയസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനൽ ഇൻസൈഡ് ദ സെൽ. വാക്യൂൾ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയൻ, ക്ലോറോപ്ലാസ്റ്റ് എക്സെട്ര സീൻ ഇൻ ദ സൈറ്റോപ്ലാസം ആർ അതർ സെൽ ഓർഗനൽസ്. സെൽ ഓർഗനൽസിൻ്റെ പേരുകളാണ്, ഈ പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്കുള്ളത് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ പ്ലാൻ സെൽ ആൻഡ് ആനിമൽ സെൽ. പ്ലാൻ സെല്ലിലും ആനിമൽ സെല്ലിലും ഒരേപോലെ വരുന്നതും വ്യത്യസ്തമായിട്ട് വരുന്നതും രണ്ട് ബോക്സ് ഉണ്ട്, സിമിലാരിറ്റീസും ഡിഫറൻസസും. സിമിലാരിറ്റീസ് നോക്കാം. ബോത്ത് ഹാവ് ന്യൂക്ലിയസ്, രണ്ടിലും ന്യൂക്ലിയസ് ഉണ്ട്, ഇൻസൈഡ് ദ സെൽ വിച്ച് കൺട്രോൾ സെല്ലുലർ ആക്ടിവിറ്റീസ്. ബോത്ത് ഹാവ് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയൻ, റൈബോസോം ആൻഡ് വാക്യൂൾ. ഇനി ഡിഫറൻസസ് നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് സെൽ മെംബ്രെയിൻ ആർ പ്രസൻറ്റ് ഇൻ പ്ലാന്റ് സെൽ. വാക്യൂൾ ഇൻ പ്ലാന്റ് സെൽ ഈസ് ലാർജ് ആൻഡ് ദാറ്റ് ഇൻ ആനിമൽ സെൽ ഈസ് സ്മോൾ. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി ഒരു സെൽ മോഡൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിങ്ങളത് ചെയ്യുക, അത് ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് സ്മോൾ ആൻഡ് ലാർജ് എന്നുള്ളതാണ്. ആർ സ്മോൾ ബിൽഡിംഗ് ബ്ലോക്സ് യൂസ്ഡ് ഫോർ സ്മോൾ ബിൽഡിംഗ്സ് ആൻഡ് ലാർജ് ബ്ലോക്സ് ഫോർ ലാർജ് ബിൽഡിംഗ്സ്? ആർ ഇൻ ബ്ലോക്സ് ഓഫ് ദ സെയിം സൈസ് യൂസ്ഡ്
അപ്പം നമ്മൾ വെൻ സ്മോൾ ഹൗസസ് ആർ ബിൽഡ്, അപ്പോൾ ഇവരുടെ ചോദ്യം വലിയ വീടുകളും ചെറിയ വീടുകളും വെക്കുക, അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങും ചെറിയ ബിൽഡിങ്ങും, ഇത് ഉണ്ടാക്കാൻ 2 തരത്തിലുള്ള കല്ലുകളാണ് ഉപയോഗിക്കുക? അല്ല അല്ലേ, കല്ലുകളൊക്കെ സെയിം ആയിരിക്കും. ആ കല്ലുകൾ ബിൽഡ് ചെയ്ത് വരുമ്പോൾ വീട് വലുതാവും. നമ്മളിപ്പോൾ ചെറിയ വീട് കെട്ടുകയാണെങ്കിലും ഒരേ ഇഷ്ടിക തന്നെയാണ്, വലിയ വീട് കെട്ടുകയാണെങ്കിലും നമ്മൾ ഇഷ്ടിക കഷ്ണം തന്നെയല്ലേ ഉപയോഗിക്കുക. അപ്പോൾ ഡോണ്ട് ബി റിക്വയർ മോർ ബ്ലോക്സ് ടു മേക്ക്, പക്ഷേ ഒരുപാട് വലിയ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ കല്ലുകളുടെ എണ്ണം അത്രയും കൂടുതൽ നമുക്ക് വേണം. ചെറിയ വീട് അല്ലെങ്കിൽ ചെറിയ ബിൽഡിംഗ് ആണെങ്കിൽ അത്രയും കുറവ് മതി അല്ലേ. ഇൻ ദ സെയിം വേ വി ഗ്രോ നോട്ട് ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് സെൽ ഇൻ അവർ ബോഡി ബട്ട് ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ ദെയർ നമ്പർ. അപ്പോൾ സെല്ലുകളുടെ എന്താ പറയുക, വലിപ്പം അല്ല, അല്ലെങ്കിൽ സൈസ് വെച്ചിട്ടല്ല നമ്മൾ ബോഡി നമ്മുടെ വലിപ്പം നിശ്ചയിക്കുന്നത്. സെല്ലുകളുടെ സൈസ് അല്ല, സെല്ലുകളുടെ എണ്ണം. എത്ര സെല്ലുകളുടെ എണ്ണം കൂടുന്നു അതിനനുസരിച്ചായിരിക്കും വലിപ്പം ഉണ്ടാവുക കേട്ടോ. ദ ഡിഫറൻസ് ഇൻ സൈസ് ബിറ്റ്വീൻ ഓർഗാനിസം ഈസ് ഓൾസോ ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് സെൽസ്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും ഓരോ സൈസാണ്. അതിന് എന്താണ് റീസൺ ചോദിച്ചാൽ ഇതാണ് ആൻസർ. സോറി, ദ ഡിഫറൻസ് ഇൻ സൈസ് ബിറ്റ്വീൻ ഓർഗാനിസം ഈസ് ഓൾസോ ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ്. സെല്ലുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ് ഓർഗാനിസത്തിൻ്റെ വലിപ്പ വ്യത്യാസത്തിന് കാരണം. ഇനി ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ് ആണ്. നമുക്കിവിടെ സെല്ലുകൾ തന്നിട്ടുണ്ട് താഴെ. ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്. ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ. നമ്മുടെ ശരീരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 200 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. അതിൽ 3 എണ്ണമാണ് ആ ചിത്രത്തിൽ കാണുന്നത്. നെർവ് സെൽ, ബ്ലഡ് സെൽ, മസിൽ സെൽസ് എല്ലാം കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഒന്നും ഫങ്ഷൻ സെയിം അല്ല, എല്ലാത്തിൻ്റെയും ഫങ്ഷൻ ഡിഫറെൻ്റ് ആണ്, ഷേപ്സും ഡിഫറെൻ്റ് ആണ്. അടുത്തത് നമ്മൾ ഒരു സെല്ലിൻ്റെ കേസ് പറഞ്ഞു. ഒരുപാട് സെല്ലുകളുടെ കൂട്ടം, ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്, ഇതൊരു സെല്ല് വെച്ചോളൂ. ഇതിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ടിഷ്യൂസ്. ഓക്കെ, സെൽസ് that are similar in shape and perform the same function are collectively called tissues. ഒരേ ഷേപ്പും ഒരേ ഫങ്ഷനും ചെയ്യുന്ന സെല്ലുകൾ എല്ലാം കൂടി കൂട്ടി നമ്മൾ അവരെ പറയുന്ന പേരാണ് ടിഷ്യൂസ്. നമുക്ക് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സ്കിൻ ഇസ് ദ പാർട്ട് ദാറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി ഓഫ് ആനിമൽസ്. ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. നമ്മുടെ സ്കിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലാണ് കേട്ടോ. ദീസ് ആർ ദ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. അപ്പോൾ സ്കിന്നിലുള്ള ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. Body has different types of tissues like nervous tissues and muscular tissue. Nervous tissues are formed by the combination of nerve cells and muscular tissues are formed by the combination of muscle cells. പിന്നെ നമുക്കിവിടെ എപ്പിത്തീലിയൽ, നെർവസ്, മസ്കുലർ ടിഷ്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻ ആണ് ഉള്ളത്. ഓർഗൻ സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്, റെസ്പിറേറ്ററി സിസ്റ്റം. അതിൽ ലങ്സ് അവർ തന്നിട്ടുണ്ട്, നോസ്ട്രൽസ്, ട്രക്കിയ നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എന്തൊക്കെ കൂടുതലാണ്? ലങ്, നോസ്ട്രൽസ്, ട്രക്കിയ, ഇതെല്ലാം കൂടി ചേർന്ന് റെസ്പിറേറ്ററി സിസ്റ്റം ആവും. അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇലസ്ട്രേഷൻ ആണ്. സെല്ലിൽ നിന്ന് എങ്ങനെ ഒരു ഓർഗാനിസം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആദ്യം ഇത് ഫില്ല് ചെയ്യുക നിങ്ങൾ. സെല്ല് ആദ്യം ഉണ്ടാവുന്നു. സെല്ലുകളുടെ കൂട്ടത്തെ നമ്മൾ ടിഷ്യൂസ് എന്ന് പറയുന്നു. എല്ലാ ടിഷ്യൂസും കൂടി ഓരോരോ ടിഷ്യൂസ്, അതിനുശേഷം അത് ഓർഗൻസ്, പിന്നെ ആ ഓർഗൻസ് എല്ലാം കൂടി ചേർന്ന ഓർഗൻ സിസ്റ്റം, ദെൻ ഓർഗാനിസം. The living world is full of diversity. This diversity begins at the very micro level. How many different organisms are there ranging from unicellular to multicellular? We can see similarities and differences between them. This is the beauty of nature. Friends, you should take care to go ahead in life by knowing and enjoying nature without disturbing it. അപ്പോൾ നമ്മുടെ ലിവിങ് വേൾഡ് അല്ലേ, ജീവജാലങ്ങളുടെ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഡൈവേഴ്സിറ്റീസ് ആണ്. യൂണിസെല്ലുലർ ഓർഗാനിസവും മൾട്ടി സെല്ലുലർ ഓർഗാനിസവും ഒക്കെ ആയിട്ട് എല്ലാം ഉണ്ട് നമ്മുടെ ഈ ഒരു ലിവിങ് വേൾഡിൽ. അപ്പോൾ നമുക്കിനി ഇതിൽ ലെറ്റർ നോക്കാം. സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സെൽസ് ആർ ഗിവൺ. ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ എ ആൻഡ് സി ആണ് ഇൻകറക്റ്റ്. എല്ലാ സെല്ലുകൾക്കും സെൽ വോൾ ഇല്ല. ഇത് ആദ്യത്തെ റോങ് ആണ്. നമുക്കറിയാം പ്ലാന്റ് സെല്ലിന് മാത്രമേ അതുള്ളൂ. പിന്നെ സി തെറ്റാണ്.
ഓൾ സെൽസ് ഹാവ് ക്ലോറോപ്ലാസ്റ്റ്. എല്ലാത്തിനും ഇല്ല, പ്ലാന്റ് സെല്ലിന് മാത്രമേ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളൂ. അപ്പോൾ എ ആൻഡ് സി ആണ് ആൻസർ കേട്ടോ. അടുത്തത് റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, ആനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. വാട്ട് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ ഫ്രം ദീസ് സ്റ്റേറ്റ്മെന്റ്സ്? ഇതിൽ നിന്ന് നമ്മൾ എത്തിച്ചേർന്ന കൺക്ലൂഷൻ ഇതാണ്. സെൽസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ ലിവിങ് തിങ്സ്. ആൻസർ ഇതാണ് കേട്ടോ. നെക്സ്റ്റ് തേർഡ്, ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. സെല്ല്, ടിഷ്യൂസ്, ഓർഗൺ സിസ്റ്റം, ഓർഗാനിസം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. യൂണിസെല്ലുലർ ഓർഗാനിസം ഹാവ് സ്മോളർ സെൽസ് ആൻഡ് മൾട്ടി സെല്ലുലർ ഓർഗാനിസം ഹാവ് ലാർജർ സെൽസ്. വാട്ട് ഇസ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ ഒറ്റ കോശങ്ങളുള്ള ജീവികൾ അവരുടെ സെല്ല് ചെറുതും മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിൻ്റെ സെല്ലുകൾ വലുതും എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് പറയാം. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ദ ഡിഫറൻസ് ഇൻ സൈസ് ബിറ്റ്വീൻ ഓർഗാനിസം ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സെൽസ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ എല്ലാം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കുറച്ച് സ്പീഡായിട്ടാണ് പോയത്. ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആവശ്യമില്ലാത്ത ഒന്നും നമ്മളിതിൽ പറഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.